വയനാട് മണ്ഡലം നിലനിർത്തില്ലെന്ന് വ്യക്തമാക്കി രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. വയനാട്ടിലെ ജനങ്ങളുമായുള്ള ബന്ധം തെരഞ്ഞെടുപ്പുകൾക്ക് അതീതമാണെന്ന് രാഹുൽ കൽപ്പറ്റയിൽ പറഞ്ഞു. ഇന്ത്യയെ നയിക്കേണ്ട രാഹുലിന് വയനാട്ടിൽ ഒതുങ്ങാനാകില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ വ്യക്തമാക്കി. വയനാടിന്റെ മണ്ണിലേക്ക് ഒരിക്കൽ കൂടി രാഹുൽ എത്തി. പ്രവർത്തകരുടെ ആവേശത്തിലേക്ക്. ഏറനാട് മണ്ഡലത്തിലെ എടവണ്ണയിൽ റോഡ് ഷോയോടെയായിരുന്നു തുടക്കം. രാഹുൽ ഗാന്ധി കടന്നു വരികയാണ്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സംരക്ഷകൻ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ കാവലാണ്. വയനാട്ടിലെ ജനങ്ങളുമായുള്ള ബന്ധം തെരഞ്ഞെടുപ്പുകൾക്ക് അതീതമാണെന്ന് രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ പറഞ്ഞു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വയനാട്ടുകാർ നൽകിയ പിന്തുണയ്ക്ക് വോട്ടുകളെക്കാൾ മൂല്യമുണ്ട്. People of Wayanad supported me in my elections and gave me a big victory. When I was struggling and fighting the government of India, all the institutions, all the agencies, you gave me your love and affection, which is much more important than the vote. റായ്ബറേലിയിലെയും വയനാട്ടിലെയും ജനങ്ങൾക്ക് സന്തോഷം പകരുന്ന തീരുമാനമാകും താൻ സ്വീകരിക്കുക. And many people are speculating Wayanad or Raebareli. Everybody knows the answer to this question except myself. അതേസമയം രാഹുൽ വയനാട് സീറ്റ് ഒഴിയുമെന്ന് സ്ഥിരീകരിക്കുന്നതായിരുന്നു K. സുധാകരന്റെ പ്രസംഗം. കോൺഗ്രസ് ഒരു വടവൃക്ഷം പോലെ വളരാൻ പോകുന്നു. അതിന് ചുക്കാൻ പിടിക്കുന്ന പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം അഭിമാനവും സന്തോഷവുമാണ്. പക്ഷേ വയനാട് വിട്ടുപോകുന്ന രാഹുൽജി എന്ന് പറയുമ്പോൾ മനസ്സിനകത്ത് ദുഃഖം തുടങ്ങിട്ടുകയാണ്. നമ്മെ ഒഴിവാക്കി രാഹുൽ ഗാന്ധി പോകുന്നു എന്നൊരു ഫീലിംഗ് ആണ്. രാഹുൽ ഒഴിയുകയാണെങ്കിൽ പ്രിയങ്കയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെടുന്ന ഫ്ലെക്സും കൽപ്പറ്റയിലെ പൊതുയോഗത്തിൽ UDF പ്രവർത്തകർ ഉയർത്തി. മാതൃഭൂമി ന്യൂസ്, വയനാട്.